ഒരു ദിവസം ഉമ്മു സലമ ബിയുടെ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വിശ്രമിക്കുന്നു. ഫദഖലൽ ഹുസൈൻ, അവിടത്തേക്ക് മഹാനായ സയ്യിദുന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കുഞ്ഞാണ്. എന്നിട്ടോ ഫജഅല യൻഖുസു അലാ ബത്നിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറിന്റെ മുകളിൽ കയറിയിരുന്നു. ആര്? ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ചെറിയ കുട്ടിയാണ്. എന്നിട്ട് വയറിന്റെ മുകളിൽ ചെറുതായി ചാടിയിട്ടും അല്ലാതെയുമൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കളിക്കുകയാണ്. ഈ കളിയുടെ ആനന്ദത്തിലിരിക്കുകയാണ് ഉമ്മു സലമ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. അങ്ങനെ സന്തോഷത്തിന്റെ നിമിഷത്തിൽ അറിയാതെ ഒരു സമയത്ത് ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മാ യുബ്കീക, എന്തിനാണ് അങ്ങ് കരയുന്നത്? ഇത്രയും സമയം അങ്ങ് സന്തോഷത്തോടുകൂടെ ആയിരുന്നല്ലോ ഇരുന്നത്, ഈ സമയത്ത് എന്തിനാണ് അങ്ങ് കരയുന്നത്? ആ സമയത്ത് ലോകത്തിന്റെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ മലക ജാഅനി, എൻ്റെ അടുക്കലേക്ക് ഒരു മലക്ക് വന്നിട്ടുണ്ട്, എൻ്റെ അടുക്കലേക്ക് മലക്ക് വന്നിട്ടുണ്ട്, ജിബ്രീൽ വന്നിട്ടുണ്ട്. ഫഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞത്, ഇന്ന ഉമ്മതക സതഖ്തുലു ഹാദാ ഇബ്നക, നബിയേ അങ്ങയുടെ സമുദായം അങ്ങയുടെ വയറിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് കളിക്കുന്ന ഈ കുഞ്ഞിനെ കൊല ചെയ്യപ്പെടുന്നതാണ് എന്ന് എന്നോട് മലക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ, എൻ്റെ സമുദായമാണല്ലോ എൻ്റെ ചോരയായ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ കൊല ചെയ്യപ്പെടുക എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞതാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅതാനി ബിതുർബത്തിൻ മിൻ തുർബതിഹി ഹംറാ, എന്നു മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞ് മരിച്ചു വീഴുന്ന ആ മണ്ണ് പോലും എനിക്ക് മലക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്ന് വെച്ചാൽ മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു ചരിത്രത്തിൽ രക്തസാക്ഷിയാകാനുള്ളതാണ് എന്ന് കാലേ കൂട്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയാമായിരുന്ന സത്യമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആരോടാണ്? അവിടുത്തെ പ്രിയപ്പെട്ട കുഞ്ഞായ ഫാത്തിമ ബീവിയോടാണ്. ആ ഫാത്തിമ ബീവിയുടെ പ്രിയപ്പെട്ട പുതുമണവാളൻ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. അതുപോലെ തന്നെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവിക്ക് ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന രണ്ട് മക്കൾ മാത്രമല്ല ഉള്ളത്. പക്ഷേ ആ മക്കളുടെ എല്ലാം ഗണത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മഹബ്ബത്തുണ്ടായിരുന്നത് അത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടായിരുന്നു. സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ അധ്യായത്തിലൂടെ 33-ാമത്തെ സൂക്തത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തത്വീറാ. എന്ന് വെച്ചാൽ അഹ്ലു ബൈത്തിനെ എല്ലാ രൂപത്തിലുമുള്ള തിന്മകളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും അവരെ പൂർണ്ണന്മാരാക്കുകയും ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്ന ആയത്തിറങ്ങിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഫാത്തിമ ബീവിയെ വിളിക്കുന്നു. അതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു. എന്നിട്ട് വലിയൊരു പുതപ്പിട്ടുകൊണ്ട് ഇവരുടെ മുകളിലൂടെ ഇങ്ങനെ ചുറ്റിവെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹൗലാഇ അഹ്ലു ബൈത്തി, അല്ലാഹുവേ ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത്, ഇതാണ് എൻ്റെ കുടുംബം, ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഫഅദ്ഹിബ് അൻഹും റിജ്സ വതുഹിറുകും തത്വീറാ. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ എൻ്റെ അഹ്ലു ബൈത്തായ ഇവരെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നീക്കുകയും ഇവരെ നീ പൂർണ്ണമായി ശുദ്ധീകരിക്കുകയും ചെയ്യണമേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറോട് ചേർത്ത് പിടിച്ച മഹാമനീഷികളാണ് ഈ നാലാളുകൾ. അതുകൊണ്ടാണ് ചരിത്രത്തിലെല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേർത്തിക്കൊണ്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വായിക്കുന്നത്. നമ്മൾ ഖുത്ബയിൽ മിമ്പറിൽ നിന്നുകൊണ്ട് പറയാറുണ്ടല്ലോ, 4 ഖലീഫമാരുടെ പേര് പറയുന്നു, അവർ ഇസ്ലാമിൻ്റെ ഭരണമേറ്റെടുത്തവരാണ്. എന്നാൽ അതിനുശേഷം നമ്മൾ അടുത്തതായി പറയുന്നത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്നുള്ളതാണ്. എന്തേ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്ത് പിടിച്ചവരാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പേരക്കുട്ടികളെ കുറിച്ച് പറഞ്ഞത് ഹുമാ റൈഹാനതായ മിനദ് ദുനിയ, അവർ എനിക്ക് ഈ ദുനിയാവിൽ ലഭിച്ച 2 സുഗന്ധ പുഷ്പങ്ങളാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവരെനിക്ക് ഈ ദുനിയാവിലുള്ള വലിയ അനുഗ്രഹങ്ങളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഇങ്ങനെ എല്ലാ നിലക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചവരാണ്. എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം. ഒരു ദിവസം ഹബീബായ തങ്ങൾ മിമ്പറിൽ നിന്നുകൊണ്ട് ഖുതുബ നിർവഹിക്കുന്ന സമയത്ത് അവിടേക്ക് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൽ നിന്ന് ഇറങ്ങി അവരെ താലോലിച്ച ചരിത്രമുണ്ട്. ഖുതുബയിൽ നിന്ന് ഇറങ്ങി അവരെ താലോലിച്ച ചരിത്രമുണ്ട്. ദീർഘമായ സുജൂദ് ചെയ്യുന്ന പ്രവാചകരോട് ചോദിക്കുന്നു, അങ്ങ് എന്തിനാണ് ദീർഘമായ സുജൂദ് ചെയ്യുന്നത്? അപ്പോഴാണ് എൻ്റെ ചുമലിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുണ്ട്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, ഇവർ 2 പേരും എൻ്റെ ചുമലിലുണ്ട് എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം സ്നേഹം കൊടുത്തവരാണ്, ആദരിച്ചവരാണ് ആ 2 മഹാമനുഷ്യകൾ എന്ന് പറയുന്നത്. ആ ആദരവും ആ പവിത്രതയും പിൽക്കാലത്ത് സ്വഹാബത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വഹാബികളുടെ കൂട്ടത്തിൽ എല്ലാ മനുഷ്യരും അവരെ ആദരിച്ചിരുന്നു, അവരെ ബഹുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഉർഖുബു മുഹമ്മദൻ ഫീ അഹ്ലി ബൈതിഹി, നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവ് നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് അവിടുത്തെ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ടാണ്, അവിടുത്തെ കുടുംബത്തോടുള്ള ബഹുമാനം കൊണ്ടാണ്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവിനെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത്. അത് സ്വഹാബത്തിന്റെ വഴിയാണ്. സയ്യിദന്മാരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, ഇത് സ്വഹാബത്തിന്റെ വഴിയാണ്. ഇത് ലോക ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ സ്വഹാബത്തിന്റെ കാലത്ത് അങ്ങേ അറ്റത്തോളം അവരെല്ലാ നിലക്കും ഇവരെ ആദരിച്ച് ബഹുമാനിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, എനിക്ക് ശേഷം ലോകത്ത് ഞാൻ ഭരിച്ച മോഡലിൽ ഭരണം നടത്തുന്നത് 30 വർഷമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഹബീബായ തങ്ങൾ ലോകത്തേക്ക് പടർത്തിയ നീതിയുടെയും ന്യായത്തിൻ്റെയും ധാർമ്മികതയുടെയും വെളിച്ചം കെടാതെ ലോകത്ത് ഭരണം നടത്തുന്നത് 30 വർഷമായിരിക്കും എന്നാണ്. അതിൽ 29.5 വർഷമാണ് അൽ ഖുലഫാഉ റാഷിദീൻ, മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും അവർ ഭരണം നടത്തിയത്. അവശേഷിക്കുന്ന 6 മാസം ഭരണം നടത്തിയത് മഹാനായ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു ആണ്. ഹസൻ ഹുസൈനിൽ നിന്നുള്ള ഹസൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു 6 മാസം ഭരണം നടത്തി. ആ ഭരണത്തിന് ശേഷം മഹാനായ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിക ഭരണകൂടം ഒഴിഞ്ഞു കൊടുക്കുന്നു. മുആവിയ തങ്ങൾ നല്ല രൂപത്തിൽ ഭരണം നടത്തുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ മകനായ യസീദ് ബിൻ മുആവിയ എന്ന് പറയുന്നവർ ഇസ്ലാമിക ഖിലാഫത്ത് സ്വയം പ്രഖ്യാപിതമായി ഏറ്റെടുക്കുന്നു. അന്ന് കൂഫയാണ് ഭരണത്തിന്റെ ആസ്ഥാനം. യസീദ് ബിൻ മുആവിയയുടെ ഭരണത്തിലൂടെ ലോകം പിന്നീട് കണ്ടത് ലോകത്തെ തന്നെ നടുക്കുന്ന കാഴ്ചകളായിരുന്നു. ജനങ്ങളെല്ലാം യസീദിന്റെ ഭരണത്തിൽ എന്ന് വെച്ചാൽ ഖുലഫാഉ റാഷിദീങ്ങളുടെയും അതിനുശേഷം വന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഭരണത്തിൽ നിന്ന് വ്യതിരിക്തമായി കൊണ്ട് നീതിയില്ലാത്ത ഭരണങ്ങൾ നടക്കാൻ തുടങ്ങി. ജനങ്ങൾ യസീദിനെ കൊണ്ട് പൊറുതിമുട്ടി. അന്നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് അവശേഷിപ്പിച്ചു പോയ സുഗന്ധത്തിന്റെ നാമ്പ് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിൽ നിന്ന് കത്തുകൾ വരാൻ തുടങ്ങി, പ്രതിനിധികൾ വരാൻ തുടങ്ങി. നിങ്ങൾ ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കണം, യസീദിന്റെ ഭരണത്തിൽ ഞങ്ങൾ പൊറുതിമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഭരണം ഏറ്റെടുക്കണം. ആദ്യമൊക്കെ ഇതിനെയൊക്കെ മഹാനവറുകൾ ഇല്ലായ്മ ചെയ്തു. എന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് വരുന്നില്ല, ഞാൻ ഭരണ സാമ്രാജ്യത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ നിരന്തരമായ ആവശ്യങ്ങൾക്കൊടുവിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ടവരായ ആളുകളുമായി കൂടി ആലോചന നടത്തുന്നു. അങ്ങനെ യസീദിനെ ഉടമ്പടി ചെയ്യാൻ അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന സ്വഹാബത്തിന്റെ ഗണത്തിൽ പ്രധാനമായിട്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്യൂല എന്ന് പറഞ്ഞത് 2 മനുഷ്യരാണ്. ഒന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മറ്റേത് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ഇവർക്കെതിരെ പീഡനങ്ങൾ നടക്കാൻ തുടങ്ങി. അവിടുത്തെ ഗവർണർ നിർബന്ധമായും നിങ്ങൾ യസീദിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര വരുന്നു. എന്നാലും എൻ്റെ വല്ലുപ്പയായ റസൂലുള്ള ജീവിച്ച് ഞങ്ങളെ വളർത്തിയ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഞങ്ങൾ പോകുന്നു, എന്നാലും യസീദിനെ അംഗീകരിക്കുകയില്ല, യസീദിന്റെ ഭരണം നീതിയുക്തമായ ഭരണമല്ല എന്നതായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷം. അങ്ങനെ പോകുന്നു.
അങ്ങനെ ആവശ്യങ്ങളെല്ലാം ശക്തിയായ സമയത്ത് മുസ്ലിം ബിൻ ഉഖൈൽ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്നെ കുടുംബത്തിൽ വരുന്ന മുസ്ലിം ബിൻ ഉഖൈലിനെ പ്രതിനിധിയായി കൂഫയിലേക്ക് അയക്കുന്നു. മഹാനവറുകൾക്ക് അവിടെ വലിയ രൂപത്തിലുള്ള സ്വീകരണം കിട്ടി. 18,000 ആളുകളാണ് മഹാനവറുകളെ ബൈഅത്ത് ചെയ്ത് മഹാനവറുകളുടെ പിന്നാലെ കൂടിയത്. അങ്ങനെ ഈ വിവരം ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം ഉഷാറാണ്, നിങ്ങൾക്ക് വരാൻ പറ്റിയ സമയമാണ് എന്നറിയുന്നു. അങ്ങനെ 18,000 ആളുകളുണ്ടല്ലോ എന്ന വിശ്വാസത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് കൂഫയിലേക്ക് യാത്ര ആരംഭിക്കുന്നു. കൂടെ 80ഓളം ആളുകളുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ യാത്ര തന്നെ ക്ഷണിച്ചവരുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടുള്ള യാത്രയാണ്, യുദ്ധത്തിന് വേണ്ടിയുള്ളതല്ല, അധികാരത്തെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയല്ല. തന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾ, എൻ്റെ വെല്ലുപ്പയായ റസൂലുള്ളാഹിൽ ആശ്രയം പുൽകിയിട്ടുള്ള ജനങ്ങൾ, അവർക്ക് ഞാനാണ് ആശ്വാസത്തിന്റെ വെട്ടം എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്ര. ആ യാത്രയുടെ ഇടക്ക് വെച്ചുകൊണ്ടാണ് അന്ന് ചരിത്ര പ്രസിദ്ധമായ ചില സംഭവങ്ങൾ നടക്കുന്നത്. മുസ്ലിം ബിൻ ഉഖൈലിന്റെ ആഗമനം ഭരണാധികാരിയായ യസീദ് തിരിച്ചറിയുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് വരുന്നുണ്ട് എന്നതും തിരിച്ചറിയുന്നു. അങ്ങനെ അന്നത്തെ ബസ്രയിലെ ഭരണാധികാരിയായിരുന്ന ഗവർണറായിരുന്ന ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്ന് പറയുന്ന നീചനായ മനുഷ്യനെ അന്ന് ആ കാലഘട്ടത്തിൽ കൂഫയിലേക്ക് കൂടി ഗവർണറാക്കി മാറ്റുന്നു. ഉബൈദുല്ലാഹി ബിൻ സിയാദിന്റെ രീതികൾ തീർത്തും തന്നെ വ്യതിരക്തമായിരുന്നു. അങ്ങനെ ഉബൈദ് ബിൻ സിയാദ് അവിടേക്കെത്തിയ മുസ്ലിം ബിൻ ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനെതിരെ ശക്തമായ നടപടികൾ കൊള്ളുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ സൈനിക ഉപാധികളെ അവിടുത്തെ സൈന്യത്തിന്റെ തലവനായിക്കൊണ്ട് ഒരാളെ നിയമിക്കുകയും ആ നിയമിച്ചതിന്റെ ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്ന് പറയുന്നവർ അവിടെ ഉമർ ബിൻ സഅദ്, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനായ ഉമർ ബിൻ സഅദ് എന്ന് പറയുന്നവരെ സൈനിക തലവനായി വെക്കുന്നു. അവർ മുസ്ലിം ബിൻ ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനെതിരെ ആഞ്ഞടിക്കുകയാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ മുസ്ലിം ബിൻ ഉഖൈൽ റളിയല്ലാഹു അൻഹുവിലേക്ക് അടുത്താൽ അവർക്കെതിരെ നീചമായ നടപടിയെടുക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പിന്നാലെ ഉണ്ടായിരുന്ന 18 ആളുകളും മഹാനവറുകളിൽ നിന്ന് മാറി നിൽക്കുന്നു. മഹാനവറുകൾ വീണ്ടും ഒറ്റക്കാകുന്നു. തൽഫലമായി മഹാനവറുകളെ മൃഗീയമായി വധിക്കുന്നു. ഈ വാർത്ത യാത്രയുടെ വഴിമധ്യത്തിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയുകയാണ്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് തന്നെ കുതിക്കുന്നു. അങ്ങനെ ബഗ്ദാദിന്റെ തെക്ക് ഭാഗത്തുള്ള ഇറാഖിലെ പട്ടണമായ കർബല എന്ന് പറയുന്ന പ്രദേശത്ത് ഹിജ്റ 61-ാം വർഷം മുഹറം 10 ഇതുപോലെയുള്ള ഒരു വെള്ളിയാഴ്ചയുടെ പ്രഭാത സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഉമർ ബിൻ സഅദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം തടയുന്ന സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു മനോഹരമായി പറയുന്നുണ്ട്, ഞാൻ വന്നതൊരിക്കലും അധികാരം പിടിച്ചെടുക്കാനല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടല്ല. ഞാൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ 3 ഉപാധികൾ മുന്നിലോട്ട് വെക്കുന്നു, 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. 1, എന്നെ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ നിങ്ങൾ അനുവദിക്കണം. 2, അല്ലെങ്കിൽ നിങ്ങൾ അതിർത്തി പ്രദേശങ്ങളിലേക്ക് മാറാൻ എനിക്ക് അനുവാദം തരണം. 3, യസീദിനെ നേരിൽ കണ്ടുകൊണ്ട്, ഭരണാധികാരിയായ യസീദ് ബിൻ മുആവിയെ നേരിൽ കണ്ടുകൊണ്ട് സംസാരിക്കുവാൻ എനിക്ക് സൗകര്യം ചെയ്തു തരണം. പക്ഷേ ഉമർ ബിൻ സഅദ് നീചനായ ഭരണാധികാരി, നീചനായ സൈനിക തലവൻ പറഞ്ഞു, ഇതൊന്നും അംഗീകരിക്കില്ല. നിങ്ങൾ യസീദിന് നിരുപാധികമായിട്ട് ബൈഅത്ത് ചെയ്യണം, കീഴടങ്ങണം. അഭിമാനിയായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ കീഴ്പ്പെടില്ല. ഞാൻ എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോരയാണ്. നീചനായ ഭരണാധികാരിക്ക് കീഴ്പ്പെടുക എന്നത് എൻ്റെ ചിട്ടയല്ല എന്ന് പറയുകയും അങ്ങനെ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ മൃഗീയമായി ഉമർ ബിൻ സഅദിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം വധിച്ചു കളഞ്ഞു. ഇന്നാ ലില്ലാഹ്. ചരിത്രം കരഞ്ഞുപോയി, കർബലയുടെ മണ്ണുകൾ കരഞ്ഞുപോയി. ഏതുവരെ എന്ന് ചോദിച്ചാൽ മഹാനായ ഹുസൈൻ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തം നൽകിയ ആ തിരുശിരസ് ഖേദിച്ചുകൊണ്ട് തൻ്റെ ഉടലും ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ ശിരസും രണ്ടാക്കി വെച്ചുകൊണ്ട് ആ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പട്ടണങ്ങളിലൂടെ നടന്നു ഉമർ ബിൻ സഅദിന്റെ സൈന്യം. ലോകം തന്നെ കരഞ്ഞുപോയി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിത്തട്ടിലിട്ട് വളർത്തിയ പ്രിയപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയാണ് മൃഗീയമായി കൊല ചെയ്തത്. കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്ത് ഇനി ആരും ഈ ലോകത്ത് അവശേഷിക്കുന്നില്ല എന്ന രൂപത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇതൊന്നുമല്ല ചരിത്രങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അങ്ങനെ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ എൻ്റെ ഹബീബിൻ്റെ സന്താന പരമ്പരയെ ഇല്ലാണ്ടാക്കാൻ കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് അന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനെ സംരക്ഷിച്ചിട്ടുണ്ട്.
യുദ്ധത്തിന്റെ ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം, 10,000 വരുന്ന സൈനികരോട് എങ്ങനെയാണ് 80 ആളുകൾ പോരാടുന്നത്. അങ്ങനെ യുദ്ധത്തിനായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളെയും ഭാര്യമാരെയും കൊണ്ടുപോകുമായിരുന്നോ? ഇല്ല. ചതിയിലൂടെയാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ആ സമയത്ത് പ്രിയപ്പെട്ട അഹ്ലു ബൈത്തിലെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കുഞ്ഞുങ്ങളെ കിടത്തി അതിൻ്റെ മുകളിലൂടെ കമഴ്ന്ന് കിടന്ന ഉമ്മമാരുണ്ട്. എന്തിന്? റസൂലുള്ളാഹിന്റെ ചോരകൾ ഇവിടെ വീഴാൻ പാടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയും സംരക്ഷിച്ചവർ. അങ്ങനെ അതിൽ നിന്ന് മഹാനായ അലി ഇബ്നു സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ അല്ലാഹു തആല തിരുനാളമായി അവശേഷിച്ചു. അവരിൽ നിന്നാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ഹുസൈൻ കബീലയിൽ നിന്ന് വരുന്ന എല്ലാ തങ്ങന്മാരുടെയും കബീലകൾ നിലനിൽക്കുന്നത് അവരിൽ നിന്നാണ്. വിശാലമായി പറയേണ്ട ധാരാളം കാര്യങ്ങളുടെ ചരിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലുള്ള ദൗത്യം എന്ന് പറയുന്നത് മുഹറം 10 അന്ന് എന്നല്ല, എല്ലാ ദിവസവും നമ്മുടെ ദൗത്യം ആ സയ്യിദന്മാരെ ആദരിക്കുക, അവരെ ബഹുമാനിക്കുക, നമുക്കുള്ള പിടിവള്ളികളായി അവരെ നിലനിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുഹറം 10 ലോകത്തെല്ലായിടത്തും എന്നതുപോലെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഷിയ വിഭാഗം ഇത് ആഘോഷിക്കപ്പെടുന്നു. ഞങ്ങളുടെ നേതാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കർബലയെ ആഘോഷിക്കുകയാണ്. എന്നാൽ ഇസ്ലാമിക രീതി അങ്ങനെയല്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു നമ്മൾ അനുസ്മരിക്കുന്നു, അവിടത്തേക്ക് നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് ഇതൊരു ആചാരമായി കൊണ്ടു നടക്കേണ്ട ഒന്നാണോ? അല്ല. അന്ന് കറുത്ത വസ്ത്രം ധരിക്കുന്നു, ദേഹത്തിലൂടെ മുറിവുകൾ ഉണ്ടാക്കുന്നു, വ്യത്യസ്തങ്ങളായ അനാചാരങ്ങൾ നടത്തുന്നു. ഇതിനെയെല്ലാം ഇസ്ലാം എതിർത്തിട്ടുണ്ട്. ലോകാടിസ്ഥാനത്തിൽ മുസ്ലിമീങ്ങളെ 2 കാറ്റഗറൈസ് ചെയ്തുകൊണ്ടാണ് അടയാളപ്പെടുത്താറുള്ളത്. 1 സുന്നി, 2 ഷിയ. ഇങ്ങനെയാണ് ലോകത്തുള്ളത്, സുന്നികളും ഷിയാക്കളും. സുന്നികളുടെ പ്രത്യേകത എന്താണ്? അവർ ഖലീഫമാരെ അംഗീകരിക്കുന്നു, അവർ അഹ്ലു ബൈത്തിനെ അംഗീകരിക്കുന്നു, റസൂലുള്ളാഹിന്റെ കുടുംബങ്ങളെ ചര്യ അംഗീകരിക്കുന്നു. ഷിയാക്കളുടെ പ്രത്യേകത എന്താണ്? ഷിയാക്കളുടെ വാദപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കേണ്ടത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സിദ്ദീഖ് തങ്ങളെ അംഗീകരിക്കുന്നില്ല, ഉമർ തങ്ങളെയോ ഉസ്മാൻ തങ്ങളെയോ അംഗീകരിക്കുന്നില്ല. നമ്മുടെ വിശ്വാസം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നമ്മുടെ നായകർ അത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ്. അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാഇ അല തഹ്ഖീഖ്. നബിമാർക്ക് ശേഷം തഹ്ഖീഖിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമനായ മനുഷ്യൻ അത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് ആണ്. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. ഈ വിശ്വാസത്തിൽ നിന്ന് പിഴച്ചുപോയി, സ്വഹാബത്തിനെ നിരാകരിച്ചുപോയി, അഹ്ലു ബൈത്തിനെ നിരാകരിച്ചുപോയി എന്നതാണ് ഷിയാക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ട് മുഹറം 10 നമ്മൾ എടുക്കേണ്ട ചില പാഠങ്ങളാണത്. അഹ്ലു ബൈത്തിനെ നിന്ദിക്കുന്ന, അഹ്ലു ബൈത്തിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. മഹാനായ അൽ ഇമാമുൽ ഇമാമുന ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞല്ലോ, അഹ്ലു ബൈത്തി റസൂലില്ലാഹി ഹുബ്ബുകും ഫർളും മിനല്ലാഹി ഫിൽ ഖുർആനി അൻസലഹു. മഹാനവറുകൾ പാടിവെച്ച കവിതയാണ്. അഹ്ലു ബൈത്തിനെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറയുന്നത് ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. കഫാകും മിൻ അലീമിൽ ഖദ്രി അന്നകും മൻ ലം യുസല്ലി അലൈക്കും ലാ സ്വലാത ലഹു. അതുകൊണ്ട് തന്നെ അവർക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത, അവർക്കുള്ള പ്രത്യേകതയെ, പരിശുദ്ധിയെ സ്ഥിരപ്പെടുത്തുന്നത് ഈ ഖുർആനിലും ഹദീസിലും അവരുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നിസ്കാരത്തിൽ അവരുടെ പേരിൽ സ്വലാത്ത് പറഞ്ഞില്ലെങ്കിൽ, സ്വലാത്ത് ഇല്ലെങ്കിൽ നിസ്കാരം പോലും പൂർത്തിയാകൂലല്ലോ. റസൂലുള്ളാഹിന്റെ പേരിൽ മാത്രം സ്വലാത്ത് ഇല്ല പോരാ, അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ സ്വലാത്ത് ഇല്ലണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദന്മാരെ ആദരിക്കുക, സയ്യിദന്മാരെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. അവരിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കാം, അവർ മഅസൂമിങ്ങളല്ലല്ലോ, നബിമാരാണ് മഅസൂമിങ്ങളായ ആളുകൾ. പക്ഷേ സയ്യിദന്മാരിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചോട്ടെ, അവരിൽ നിന്ന് എന്ത് കാര്യങ്ങൾ സംഭവിച്ചോട്ടെ, അവരെ നമുക്ക് മാന്യമായി ഉപദേശിക്കാം, നമുക്ക് ഉപദേശിക്കാം. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ വന്ന് ആക്രമിക്കുന്നുണ്ട്, മഹാനവറുകളുടെ ബോധം പോകുന്നു. അങ്ങനെ ബോധം തിരിച്ചു കിട്ടിയ സമയത്ത് മാലിക് തങ്ങൾ പറഞ്ഞു, എന്നെ ആക്രമിച്ച ആ മനുഷ്യനെ ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. എന്താ അങ്ങനെ പറയുന്നത്? അങ്ങയെ ആക്രമിച്ചുകൊണ്ട് ബോധം കെടുത്തിയ മനുഷ്യന് പുറത്തു കൊടുത്തു എന്നോ? എന്താണ് അങ്ങനെ പറയുന്നത്? അതെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. എന്നെ ആക്രമിച്ചയാൾ ഒരു സയ്യിദായിരുന്നു. എന്നെ ആക്രമിച്ചു എന്ന കാരണം കൊണ്ട് ഒരിക്കലും നാളെ ആഖിറത്തിൽ എൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടികൾ അവിടെ ബുദ്ധിമുട്ടുന്നത് എനിക്കിഷ്ടമല്ല. അവിടെ ഹബീബ് ഉണ്ടാകുമല്ലോ, ഹബീബിന്റെ മുന്നിൽ വെച്ച് എങ്ങനെയാണ് സയ്യിദന്മാരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പുറത്തു കൊടുത്തു എന്ന് മഹാനായ മാലിക് റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നു.
അതുകൊണ്ട് സയ്യിദന്മാരെ നമ്മൾ ആദരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, 4 വിഭാഗം ആളുകൾക്ക് എൻ്റെ ശഫാഅത്ത് കിട്ടും. പരലോകത്തിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന 4 വിഭാഗം ആളുകൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തെ ആദരിച്ചവരാണ്. എൻ്റെ കുടുംബത്തെ ആദരിച്ചവർ, സയ്യിദന്മാരെ ആദരിച്ചവർ, ബഹുമാനിച്ചവർ. 2, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തവരാണ്. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുത്തവരാണ്. 3, പ്രയാസഘട്ടങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്നവരാണ്, അവരെ മാറ്റി നിർത്തുന്നവരല്ല. 4, നാവ് കൊണ്ടും മനസ്സുകൊണ്ടും അവരെ ഉപദ്രവിക്കാതെ സ്നേഹിച്ചവരാണ്. അല്ലാഹു തആല ആ ഗണത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കൽ നിർബന്ധവും അവരോട് വെറുപ്പ് പ്രകടിപ്പിക്കൽ കുറ്റകരമാണ്. അവരിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തത് സംഭവിച്ചാൽ പോലും ഹൃദയത്തിന്റെ ഉള്ളിൽ പോലും നമ്മൾ സയ്യിദന്മാരെ നിരൂപണം നടത്താൻ പാടില്ല. അവരെ നിരൂപണം നടത്താൻ നമ്മൾ പാടില്ല. അവരോട് എതിരായിട്ടൊന്നും നമ്മൾ പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അവരെ കണ്ടാൽ പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറഞ്ഞല്ലോ, എവിടെ കണ്ടാലും എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്. സയ്യിദന്മാർ, അത് കുഞ്ഞായിക്കോട്ടെ മുതിർന്നവനായിക്കോട്ടെ ആരായിക്കോട്ടെ, സയ്യിദാണോ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം എന്നുള്ളതാണ്. അവരെക്കാൾ ഉയർന്ന തലത്ത് നമ്മൾ ഇരിക്കാൻ പാടില്ല. സയ്യിദന്മാർ നിലത്തിരിക്കുമ്പോൾ നമ്മൾ ഉയർന്ന നിലത്തിരിക്കാൻ പാടില്ല. അവർ സാധാരണ രൂപത്തിലിരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്തിരിക്കാൻ പാടില്ല. അവരുടെ സമ്മതമുണ്ടെങ്കിൽ ആവാമെന്നുണ്ട്, സമ്മതമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അവരെ കൊണ്ട് സേവനം ചെയ്യിപ്പിക്കാൻ പാടില്ല, അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, അവരെ ബുദ്ധിമുട്ടിപ്പിക്കുക, ഈ രൂപത്തിലൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അല്ലാഹു തആല മുഹറം 10ന്റെ ബർക്കത്ത് കൊണ്ട് സയ്യിദന്മാരെ മാറോടണച്ചുകൊണ്ട് സ്നേഹിക്കാൻ, അവരെ വസീലയാക്കി അവരിലൂടെ സ്വർഗത്തിലേക്ക് എത്താൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സയ്യിദന്മാരുടെ ഗണത്തിൽ എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട മഹാമനുഷ്യയാണ് മഹാനായ സയ്യിദുനാ മൗലദ് ദബീല അലവിയിൽ മംഫുറമി റളിയല്ലാഹു തആല അൻഹു. അവിടുത്തെ വഫാത്ത് കൊണ്ട് അനുഗ്രഹീതമായ മാസമാണല്ലോ. പുതിയ കാലത്ത് ചരിത്രങ്ങളെ വക്രീകരിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ കാലത്ത് മമ്പുറം തങ്ങളെ അടയാളപ്പെടുത്തുന്നത് സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ധീര നേതാവായിട്ടും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിട്ടാണ് മമ്പുറം തങ്ങളെ അടയാളപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ചരിത്രത്തിൽ എവിടെയെങ്കിലും സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ലേബലിലോട്ട് മാത്രം ഒട്ടിച്ചു വെക്കേണ്ട പേരല്ല ഖുത്ബുസ്സമാൻ സയ്യിദ് അലവിയിൽ മംഫുറമി എന്ന് പറയുന്നവർ. ആധ്യാത്മിക ലോകത്തെ വലിയ ചക്രവർത്തിയാണവർ. മമ്പുറത്തോരെ എന്ന് വിളിച്ചുകൊണ്ട് മലബാറിന്റെ നടുമുറ്റത്തുള്ള കടലുണ്ടിപ്പുഴയുടെ തീരത്തേക്ക് ഓടിച്ചെല്ലുന്ന അനേകായിരം വിശ്വാസികൾ അവിടെ ചെന്നുകൊണ്ട് യാ ഖുത്ബുസ്സമാൻ മൗലദ് ദബീല എന്ന് വിളിച്ചുകൊണ്ട് കരയുന്ന സമയത്ത് ഇടറുന്ന സങ്കടങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നുണ്ടെങ്കിൽ ഔലിയാക്കളിലെ ചക്രവർത്തിയായതുകൊണ്ടും ഖുത്ബായതുകൊണ്ടും മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ബോധമുള്ളത് കൊണ്ട്, താൻ പണ്ഡിതനാണ്, താൻ ഖുത്ബാണ് എന്ന തികഞ്ഞ ബോധമുള്ളത് കൊണ്ടാണ് അവിടുത്തെ പേനത്തുമ്പിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ വന്നത്. അവിടുത്തെ മിമ്പറുകളിൽ നിന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ വന്നത്. അവിടുത്തെ ദീനി പണ്ഡിതനായതുകൊണ്ടും അവിടുന്ന് മതത്തിനോട് കാഴ്ചപ്പാടുള്ളതുകൊണ്ടും ഔലിയാക്കളുടെ പ്രധാനിയായതുകൊണ്ടുമാണ്. അതുകൊണ്ട് ആധുനിക കാലത്ത് ഒരിക്കലും നമ്മൾ മമ്പുറം തങ്ങളുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടോ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിൽക്കുന്ന രാജ്യസ്നേഹിയായിട്ടോ മാത്രം അടയാളപ്പെടുത്തേണ്ടവരല്ല. ശരിയാണ്, അങ്ങനെ രാജ്യസ്നേഹിയും സ്വാതന്ത്ര്യ സമര സേനാനിയും തന്നെയാണ്. അതിന്റെ അപ്പുറത്ത് മൗലദ് ദബീലയാണ്, ഖുത്ബുസ്സമാനാണ്, 10,000ങ്ങളുടെ കേരളക്കരയുടെ ആധ്യാത്മിക നേതാവാണ്. അല്ലാഹു തആല അവരുടെ മദദ്, അവരുടെ സഹായം, അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.